തീർച്ചയായും ഇങ്ങനെ തന്നെ നമുക്കുണ്ടാവുന്ന ഒരു വലിയ ഈ വിഷയം പരിശോധിക്കുമ്പോഴാണ് ഏറെ ഗൗരവതരമായ താങ്കൾ തന്നെ പരാമർശിച്ച ഒരു വിഷയത്തിലേക്ക് വീണ്ടും നമുക്ക് എത്തേണ്ടി വരുന്നത്. കാരണം അധിനിവേശ സസ്യങ്ങളുടെ ഒരു സാന്നിധ്യം നമുക്കറിയാവുന്നതാണ്. ഡോക്ടർ ഇന്ദുചൂഡൻ ഇക്കാര്യത്തിൽ കുറെ കൂടെ കൃത്യമായൊരു നിരീക്ഷണം നടത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അധിനിവേശ സസ്യങ്ങളുടെ കാര്യത്തിൽ അത് മഞ്ഞക്കൊന്നയാവട്ടെ, അതുപോലെ തന്നെ വയനാട്ടിലോ ഏത് കാടുകളിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പോളൻ പ്ലാന്റുകൾ, ഡോട്ട് പോളൻ പ്ലാന്റുകളൊക്കെ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സ്വാഭാവികമായും അവൻ്റെ ആനയുടെ ഭക്ഷ്യ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാന വിഷയമായി വന്യജീവി പലതിനുമുണ്ട്. തീർച്ചയായും അത്തരത്തിൽ ഈ ഭക്ഷ്യവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വിഷയം. അതുപോലെ തന്നെ കാറ്റിൽ ഗേസിംഗ്, എത്രയോ 60,000-70,000 കന്നുകാലികൾ മനുഷ്യർ വളർത്തുന്ന കന്നുകാലികൾ കാട്ടിലേക്ക് മേയാൻ വിടുന്നു എന്ന വിവരങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ, അതായത് ഈ അധിനിവേശ സസ്യങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വളർത്തുമൃഗങ്ങളെ മേയാൻ വിടുന്ന കാര്യത്തിൽ ഇതിലൊക്കെ കുറെ കൂടെ കാര്യക്ഷമമായ നിയന്ത്രണം ഉണ്ടാക്കേണ്ടതല്ലേ? ഡോക്ടർ ഇന്ദുചൂഡൻ സാറിന് എന്ത് തോന്നുന്നു അതേ സംബന്ധിച്ച്? തീർച്ചയായിട്ടും അധിനിവേശ സസ്യങ്ങളുടെ കടന്നുകയറ്റം, പ്രത്യേകിച്ച് വിദേശ സസ്യങ്ങൾ, ഇതിൻ്റെ ആവാസ വ്യവസ്ഥ തകിടം മറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയ്ക്കുന്നുണ്ട്. ആനയുടെ മാത്രമല്ല, ശ്രീ ജയേന്ദ്രൻജി ചൂണ്ടിക്കാണിച്ച പോലെ ചെറുജീവികൾ, പ്രാണികൾ, പൂമ്പാറ്റകളുടെ, പക്ഷികളുടെയൊക്കെ ഭക്ഷണത്തെ വരെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ പ്രധാനമായിട്ടുള്ളത് മഞ്ഞക്കൊന്ന, അതേപോലെ കാഷ്യ സയാമിയ, അതുപോലെ ലെൻഡന ക്യാമറ എന്ന് പറഞ്ഞാൽ കൊങ്ങിണിച്ചെടി, ധൃതരാഷ്ട്രപ്പച്ച തുടങ്ങിയ ചെടികളാണ്. ഇത് ഗംഭീരമായിട്ട് വളരുകയാണ്. അവിടെ മാനേജ്മെൻറ്റ് പ്ലാനിൽ കുറേശ്ശെ മാറ്റണം എന്ന് ഉള്ള വ്യവസ്ഥയുമുണ്ട്, അത്തരത്തിലുള്ള നിർദ്ദേശമുണ്ട്. അത് കുറേശ്ശെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് മൂന്നാറായാലും അങ്ങനത്തെ ജോലികൾ ചെയ്യുന്നുണ്ട്. വാറ്റിലിൻ്റെ റീജനറേഷൻ മാറ്റി സ്വാഭാവികമായിട്ടുള്ള സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ജോലി കുറേശ്ശെ തുടങ്ങി. പക്ഷേ ഇത് ഒറ്റ രാത്രി കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നതല്ല. വളരെ വിസ്തൃതമായിട്ടുള്ള വനം സാവകാശത്ത് നട്ട് വളർന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമ്മൾ വനത്തെ സംബന്ധിച്ച്, അതായത് ജീവനുള്ളതും ജൈവവും അജൈവവുമായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ നൂറ്റാണ്ടുകളിൽ ഓപ്പറേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഒരു ഇക്കോസിസ്റ്റമാണ് ഫോറസ്റ്റ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് ഭരത്പൂർ സാങ്ച്വറിൽ ഒരിക്കൽ കന്നുകാലികൾ ധാരാളം മേയുന്നു. പെട്ടെന്നൊരു DFO വന്നപ്പോൾ വിചാരിച്ചു ഈ ധാരാളം പശുക്കൾ ഇവിടെ അത് നിർത്തണം, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾക്ക് അസുഖം വരും, പക്ഷികൾക്ക് അസുഖം വരുന്ന വെച്ച് ഈ കാലുമേച്ചിൽ നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പക്ഷികൾക്ക് ലാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കളകൾ, വിദേശ സസ്യങ്ങൾ പെട്ടെന്ന് വളർന്നു. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടായാലും ഉണ്ടായി ഉരുത്തിരിഞ്ഞു വരുന്ന ആവാസ വ്യവസ്ഥയിൽ ഒരു വ്യത്യാസം വരുത്താൻ വളരെ ആലോചിച്ച് വേണം. നല്ല പഠനങ്ങൾ നടക്കണം. ഇവിടെ നമുക്ക് ആവശ്യം ഗഹനമായിട്ടുള്ള, ഇത്തരം സന്ദർഭങ്ങളിൽ ഗഹനമായിട്ടുള്ള വനത്തിൻ്റെ ആവാസ വ്യവസ്ഥ അറിയാവുന്ന വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല പഠനം നടത്തി ദീർഘകാലാടിസ്ഥാനത്തുള്ള പദ്ധതികൾ ഉണ്ടാക്കണം. ഇപ്പോൾ ഇവിടെ വയനാട് ഈ സംഭവം ഉണ്ട്. അവിടുത്തെ ഒരു MP ഉണ്ടല്ലോ, MP കാണാനില്ല. MP MLA പോലത്തെ നേതാക്കന്മാർ അവിടെ വന്നിരുന്നിട്ട് ചർച്ച ചെയ്ത് ഉന്നതതലത്തിൽ ബന്ധപ്പെട്ട് ചെയ്യണം. ഇത് സിഗ്നൽ വരുന്നു എന്നുള്ളത് ശരിയാണ്. കർണാടകയിൽ നിന്ന് സിഗ്നൽ വരും. അതിൻ്റെ ഫ്രീക്വൻസി ഇപ്പം 3 മണിക്കൂറാണെങ്കിൽ അത് 2 മണിക്കൂറാക്കാം, 1 മണിക്കൂറാക്കാം. ഉയർന്ന തലത്തിൽ അത് ചർച്ച ചെയ്ത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അങ്ങനെ നോക്കി അതേസമയത്ത് ജനങ്ങളെ വയലൻ്റ് ആക്കാണ്ട് നോക്കണം. ഇപ്പോൾ നമ്മളൊരു യുദ്ധഭൂമിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന അതിർത്തിയിൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന നാട്ടുകാർ വരെ പട്ടാൾക്കാർക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുത്ത് മാറി നിൽക്കും. അവർക്ക് അപ്പർ ഹാൻഡാണ്. അവർ വിചാരിക്കുന്ന പോലെയാണ്. അവരെ സർവ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അതേപോലെ ഇവിടെ ഇപ്പോൾ മൃഗങ്ങളിറങ്ങി നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് RRT ഉണ്ട്, വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെയും കൂടി ജനങ്ങൾ തടയുകയാണ്. അവരുടെ സുരക്ഷിതത്വം തന്നെ അപകടത്തിലായ രീതിയിലാണ്. ഇപ്പോൾ CCFൻ്റെ പ്രസ്താവന കണ്ടു. ഇത്തരത്തിൽ ചെയ്താൽ എങ്ങനെ നമുക്ക് നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും? അപ്പോൾ എങ്ങനെയാണ് യുദ്ധഭൂമിയിൽ പട്ടാളക്കാർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്, അതുപോലെ മൃഗങ്ങൾ ഇറങ്ങിയാൽ സർവ്വസ്വാതന്ത്ര്യത്തോടുകൂടി അംഗീകാരത്തോടുകൂടി സ്ഥലത്തെ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് പെരുമാറാനും സഞ്ചരിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്യണം. അവർ ശത്രുക്കൾ അല്ല എന്നുള്ള രീതിയിൽ പെരുമാറണം. മുഴുവൻ രാഷ്ട്രീയ നേതൃത്വം ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ ഇക്കോളജിസ്റ്റുകളുടെ, പരിസ്ഥിതി പ്രവർത്തകരുടെ, വന്യജീവി സംരക്ഷകരുടെ, ഇപ്പോൾ ഡോക്ടർ ഗിരിദാസ് ജി പറഞ്ഞു, അദ്ദേഹം ക്യാപ്റ്റൻ എലിഫൻറ്റിലെ എക്സ്പെർട്ടാണ് അദ്ദേഹം. പക്ഷേ നാട്ടാന പരിപാലനത്തിലാണ് അദ്ദേഹം വളരെ വിദഗ്ധനാണ്. ഈ ഫ്രാഗ്മെൻറ്റിനെ കുറിച്ച് ധാരാളം പറഞ്ഞു. ഇവിടെ ഫ്രാഗ്മെൻറ്റേഷൻ, വനം കഷ്ണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള എലിഫൻറ്റ് കോറിഡോറുകളെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കാരണം ഈ മുറിഞ്ഞു കിടക്കപ്പെട്ട വനത്തിൻ്റെ ഇടയിലെ ജനങ്ങളുടെ ഇൻഹാബിറ്റേഷൻ, അതായത് ജനവാസ കേന്ദ്രങ്ങൾ. അപ്പം ഏതൊരു മൃഗങ്ങളും വരുമ്പോൾ മൃഗങ്ങൾക്ക് പെട്ടെന്ന് ഇന്നലെ പട്ടയം കൊടുത്താണെന്ന് അറിയാൻ പറ്റില്ല. നമ്മളുണ്ടാക്കുന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ട്. റിസർവാണ്. ഇപ്പം മൂന്നാർ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയും അവിടെ റവന്യൂ ലാൻഡാണ്, അല്ലെങ്കിൽ കർഡമോ ഹിൽ റിസർവാണ്,
അൺറിസർവ്ഡ് ആണ്, ഇങ്ങനെ കുറേ ക്ലാസിഫിക്കേഷനാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ ഇത് കൺഫ്യൂഷനാണ് എന്താണെന്ന്. അപ്പോൾ പാവപ്പെട്ട മൃഗങ്ങളുടെ കാര്യം പറയാനില്ലല്ലോ. അപ്പോൾ മൃഗങ്ങൾ അറിയാണ്ട് റവന്യൂ ലാൻഡിൽ ചിലപ്പോൾ ചെന്നിട്ടുണ്ടായിരിക്കും, അവിടെ പട്ടയം കൊടുത്തിട്ടുണ്ടായിരിക്കും, കയ്യേറ്റ ഭൂമിയിൽ പട്ടയം കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ മൃഗങ്ങളത് അറിയുന്നില്ല. 100-200 വർഷം മുമ്പ് ആനയെ പോലത്തെ മൃഗങ്ങളെല്ലാം 200 വർഷം മുമ്പ് അവരുടെ പൂർവികർ ഉപയോഗിച്ച ഭൂമിയിൽ കൂടെ തന്നെ അതേ പാതയിലൂടെ തന്നെ സഞ്ചരിക്കും. അതാ പ്രദേശത്തിൻ്റെ കാലാവസ്ഥയും വെള്ളത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ലഭ്യത അനുസരിച്ച് നൂറ്റാണ്ടുകളായിട്ട് ഉരുത്തിരിഞ്ഞു അതിൻ്റെ ജീൻസിൽ തന്നെ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട അറിവ് ഉപയോഗിച്ചാണ്. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞ 10 കൊല്ലമായി പട്ടയം കൊടുത്തു, അവിടെ റോഡ് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ട് ഈ മൃഗങ്ങളെ തടസ്സപ്പെടുത്തരുത്. ഇപ്പോഴത്തെ മോഡേൺ കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ളൊരു വലിയ റോഡ് പണിത് നമ്മൾ വായിച്ചു. റോഡ് പണിയുമ്പോൾ മൃഗങ്ങൾക്ക് പോകാൻ അടിയിൽ കൂടെ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൃഗങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള സഞ്ചാരം തടസ്സപ്പെടുത്താത്ത രീതിയിൽ വേണം. ഇപ്പോൾ വയനാടിനെ സംബന്ധിച്ച് കാലിക്കറ്റ് മൈസൂർ റോഡ് 24 മണിക്കൂർ വേണമെന്നുകൊണ്ട് ജനനേതാക്കന്മാർ ഒച്ചെടുത്തിരുന്നു. അന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു രാത്രിയെങ്കിലും ഈ മൃഗങ്ങൾക്ക് അല്പം സ്വൈര്യം കൊടുക്കണം, രാത്രി നമ്മൾ നിർത്തണം. പക്ഷേ നേതാക്കന്മാർ സമ്മതിക്കുന്നില്ല. കാരണം അവർ ഇക്കോളജിക്കൽ അറിവ് അവർക്ക് കുറവാണ്. അങ്ങനെയാണെങ്കിൽ അറിയാവുന്ന ആൾക്കാരുടെ ഉപദേശം തേടണ്ടേ? അതിനല്ലേ സർക്കാർ ശമ്പളം കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് പരിശീലനം കൊടുത്ത് ഉദ്യോഗസ്ഥന്മാരെ നിർത്തിയത്. അപ്പോൾ ഏതൊരു സാങ്കേതിക കാര്യം എടുക്കുകയാണെങ്കിൽ അതാത് ഫീൽഡിലെ വിദഗ്ധരുടെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് നമ്മളൊരു നടപടി ഉണ്ടാക്കണം. ഇപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യമാണെങ്കിൽ ഡോക്ടർമാർ പറയണ കേൾക്കണം. വന്യജീവികളെ സംബന്ധിച്ചുള്ള കാര്യമാണെങ്കിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പറയണ കേൾക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തള്ളിക്കൊണ്ട് മേൽക്കൈ മസിൽ പവർ ഉപയോഗിച്ച് അല്ലെങ്കിൽ വോട്ട് പവർ ഉപയോഗിച്ച് നേതാക്കന്മാർ ചില തീരുമാനം എടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായിട്ടുള്ള അഭ്യർത്ഥന. ഈ വയനാട് പോലത്തെ സ്ഥലത്ത് എല്ലാ ഫോറസ്റ്റ് ഏരിയയിലും ജനജാഗ്രതാ സമിതികളുണ്ട്. ജനജാഗ്രതാ സമിതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കന്മാരുണ്ട്, MLA-മാരുണ്ട്. ഇവരെന്ത് ചെയ്യായിരുന്നു ഇതുവരെ? കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇവർ മീറ്റിംഗ് കൂടിയിട്ടുണ്ടോ? വയനാടിനെ സംബന്ധിച്ച് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു? DDC ഉണ്ട്, ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് കമ്മിറ്റികളുണ്ട്. അതിലെല്ലാം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? അപ്പോൾ സ്ഥായിയായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, അതിന് നിയോഗിച്ചിട്ടുള്ള ജനകീയ സമിതികൾ യാതൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ ആർട്ടിക്കിൾസ് ധാരാളം വന്നു. വയനാടൊന്നും ജനജാഗ്രതാ സമിതികൾ പ്രവർത്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ജനങ്ങളുടെ നേതാക്കന്മാർക്ക് കൊടുത്തിട്ടുള്ള ഉത്തരവാദിത്വം അവർ നിറവേറ്റുന്നില്ല. പെട്ടെന്ന് മൃഗങ്ങൾ ഇറങ്ങിക്കഴിയുമ്പോൾ ഓടി വന്ന ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ രാവിലെ ആന ഇറങ്ങി വൈകുന്നേരം ആകുമ്പോൾ വെടിവെക്കണം എന്നുള്ള രീതിയിലിരിക്കുകയാണ്. ആനയെ നിരീക്ഷിച്ച് വളരെയധികം പഠനം നടത്തിയ ശേഷം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളിപ്പോൾ ചൈനയിലെ കാര്യം കണ്ടു. നേരത്തെ ഒരാൾ സൂചിപ്പിച്ചു, സന്തോഷം സൂചിപ്പിച്ചു ഇവിടെ, അല്ല സതീഷ് അഡ്വക്കേറ്റ് സതീഷ് സൂചിപ്പിച്ചു. അതായത് ഒരു ആനയെ എത്രയോ 1 വർഷത്തിലധികം ദിവസം സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ ജനവാസ മേഖലയിലെ ടൗണുകളിൽ പോലും വീടുകളോ എന്ത് പൊളിച്ചാലും വേണമെങ്കിൽ പുതിയ പാലം വരെ പണിതുകൊണ്ട് അവർ അതിനെ നിരീക്ഷിച്ച് സ്വതന്ത്രമായിട്ടുള്ള വിഹാരം അനുവദിച്ചു കൊണ്ടിരുന്നു. ഈ ചൈനക്കാർ ചെയ്ത അത്രയും കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കില്ലേ? ഭരണഘടനയിൽ പോലും മൃഗങ്ങളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറണം എന്ന് എഴുതി വെച്ചിട്ടുള്ള രാജ്യമാണ് നമ്മൾ. ഈ മൃഗങ്ങളോട് എന്ത് സഹാനുഭൂതിയാണ് നമ്മൾ കാണിച്ചത്? മൃഗം വഴിതെറ്റി വരുമ്പോൾ പെട്ടെന്ന് വെപ്രാളപ്പെട്ട് പടക്കം കൊണ്ടിച്ച് ചെണ്ട കൊട്ടിച്ച് വാഹനങ്ങൾ ഓണടിച്ച് അതിൻ്റെ സ്വതന്ത്രമായിട്ടുള്ള സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആക്കി അതിനെ പരിഭ്രാന്തരാക്കി ആക്രമണകാരികളാക്കി. മര്യാദക്കുള്ള മൃഗത്തെ ആക്രമണകാരിയാക്കി. ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടു, തണ്ണീർക്കൊമ്പൻ ഒരു അക്രമവും ചെയ്തിരുന്നില്ല. പക്ഷേ ഇത് നമ്മളത് വെടിവെക്കേണ്ടി വന്നു. ഇതേപോലെ ഈ മോഴയാനി ഇപ്പോൾ കാട്ടിലേക്ക് പോയി. മോഴയാനിക്ക് തിരിച്ചു പോകാനുള്ള വഴി വേണമെങ്കിൽ സ്വൈര്യമായിട്ട് വിടണ്ടേ? ഇപ്പം തന്നെ വെടിവെക്കണം എന്നുകൊണ്ട് കുറേ ആൾക്കാർ കൂട്ടം കൂടി കഴിഞ്ഞാൽ ആന എങ്ങോട്ട് പോകും? ഇത് കാടിൻ്റെ നടുവിലുള്ള ഫ്രാഗ്മെൻ്റാണ്. ജനങ്ങളെ കുറ്റം പറയുകയല്ല, ഇതിനെ നയിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരുണ്ട്, നയിക്കേണ്ട നേതാക്കന്മാരുണ്ട്. ദീർഘകാലാടിസ്ഥാനത്തിൽ പദ്ധതി ഉണ്ടാക്കണം. സ്വതന്ത്രമായിട്ടുള്ള കണ്ടിന്യൂസ് ഫോറസ്റ്റ് ആക്കണം. അതിൻ്റെ ഉള്ളിലുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ ജനങ്ങൾ പോകാൻ തയ്യാറാണ്. അവർക്ക് നിത്യേന ഈ ഭീഷണി, മൃഗങ്ങളുടെ ഭീഷണി നേരിട്ട് കൊണ്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ അവർക്ക് താല്പര്യമില്ല, സാധിക്കുകയില്ല, മുതലാവുകയില്ല. അങ്ങനെ ചെയ്യുന്നത് അവരുടെ ഭാവിയുടെ ചിലപ്പോൾ ഇപ്പൊ മരിച്ചവര് കർഷകനുണ്ടല്ലോ, അയാളെ സംബന്ധിച്ച ജീവിതം, അവരുടെ കുടുംബത്തെ സംബന്ധിച്ച് അവർ പെരുവഴിയിലാണ്. തീർത്ത നഷ്ടമാണ്. എത്ര പൈസ കൊടുത്താലും മതിയാവൂല. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഇത്തരത്തിൽ ഇനി സംഭവിക്കാൻ പാടില്ല. ഇനി ഒരു മരണം ഉണ്ടാവരുത്, ഇനി ഒരു ആദിവാസി ഇതേപോലത്തെ പ്രശ്നം ഉണ്ടാവരുത്. അപ്പോൾ കണ്ടിന്യൂസ് ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ട് ജനവാസ കേന്ദ്രം എത്രയും വേഗം പുറത്തിറക്കണം. അതിനുള്ള പൈസ ഉണ്ട്. പൈസ ഇല്ലെങ്കിൽ അർജന്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്ര ഗവൺമെന്റ് ഇതിന് പൈസ തരാൻ തയ്യാറാണ്. അത് ഏറ്റവും മുന്തിയ പരിഗണന കൊടുത്ത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്